2024 നിങ്ങൾ പ്രൈസ് നോക്കിയിട്ട് അതിനൊക്കെ തന്നെ വേറെയുള്ള 2 ഐഫോൺസുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം അത്യാവശ്യം ആലോചിച്ചെടുക്കേണ്ട ഒരു ഫോണാണ് ഐഫോൺ 12 പ്രോ. അത് ഈ ഫോൺ ഇറങ്ങിയ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന്റെ കൂടെ ഇറങ്ങിയ ഐഫോൺ 12ഉം ഈ ഫോണും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പ്രൈസ് ഗ്യാപ്പ് ഒരുപാട് കൂടുതലായിരുന്നു. അതിപ്പോൾ 2024 ആയ സമയത്ത് ആ ഒരു പ്രൈസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഐഫോൺ 12ഉം ഐഫോൺ 13ഉം ഐഫോൺ 12 പ്രോയും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ 3 ഫോൺസ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതും 12 പ്രോയ്ക്ക് വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയേണ്ടത് 3 സ്ഥലത്ത് മാത്രമാണ്, അല്ലെങ്കിൽ 3 കാര്യത്തിൽ മാത്രമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. അതായത് ഇതിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയിലും കിട്ടുന്ന ഒരു പ്രീമിയം ഫീൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഈ ഫോണിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രെയിം എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമാണ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വന്നേക്കുന്നത്. അതും ഇത്രയും കാലം കഴിഞ്ഞാൽ പോലും ഈ ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതും ഫ്രെയിം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇൻഹാൻഡ് ഫീൽ എല്ലാം ഏറ്റവും പ്രീമിയം രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. അതും അതിന്റെ ഡിസൈൻ ഫോമാറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഐഫോൺസിനൊപ്പം നിൽക്കുന്ന ഒരു ഡിസൈൻ ഫോമാറ്റ് തന്നെയാണ്. ഈ ഒരു കാര്യം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം വെച്ചാൽ ഐഫോൺ 12ഉം 13ഉം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി കിട്ടത്തില്ല. പക്ഷേ ബാക്കിയുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ അതിനകത്തൊക്കെ ഐഫോൺ 12ഉം 13ഉം ഇതിനൊപ്പം തന്നെ പിടിച്ചു നിൽക്കുകയും ചെയ്യും. ചില സ്ഥലത്തൊക്കെ ഐഫോൺ 13 കുറച്ചുകൂടെ ബെറ്ററുമാണ്. പക്ഷേ ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ഫോണിന് 3 കാര്യങ്ങളിനകത്താണ് അഡ്വാൻറ്റേജ് കിട്ടിയത്, അല്ലെങ്കിൽ 3 കാര്യത്തിലാണ് വ്യത്യാസമുള്ളത്. അത് ഇപ്പോഴും എടുത്താലെന്ന് പറഞ്ഞായിരുന്നു. അല്ല, ആദ്യത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞത്. രണ്ടാമതുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറയ്ക്കകത്തും ചെറിയൊരു മാറ്റമുണ്ട്. അതായത് ഐഫോൺ 12 പ്രോയ്ക്ക് നമ്മൾ ബാക്കി നോക്കുവാണെങ്കിൽ 3 ക്യാമറ സിസ്റ്റം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഐഫോൺ 12ഉം 13ഉം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 2 ക്യാമറ മാത്രമേ കിട്ടുന്നുള്ളൂ. അതും ഐഫോൺ 12 പ്രോയ്ക്കകത്ത് ഈ 3 ക്യാമറ നോക്കുന്ന സമയത്ത് തന്നെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഐഫോൺ 12ൻ്റെതും 12 പ്രോൻ്റെയും ഒരേ ക്യാമറ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് അവിടെ വരത്തില്ല. അതായത് ഐഫോൺ 12ൻ്റെ ഫോട്ടോസ് എങ്ങനെയാണോ വരുന്നത് അപ്പോൾ അതേ തന്നെയാണ് ഐഫോൺ 12 പ്രോയിലും വരുന്നത്. പക്ഷേ നമുക്കിവിടെ ഒരു ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നുണ്ട്, ഒരു ഡെഡിക്കേറ്റഡ് ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നുണ്ട്. അതൊരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. പക്ഷേ അത് 2x ടെലിഫോട്ടോ മാത്രമാണ് കിട്ടുന്നത്, അതായത് 2x സൂം റേഞ്ച് മാത്രമാണ് കിട്ടുന്നത്. പക്ഷേ ആ ഒരു ക്യാമറ വന്നേക്കുന്നുണ്ട് ആ ഒരു ടെലിഫോട്ടോ ഷോട്ട്സിനകത്തല്ല അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിന് പകരം നമുക്ക് പോർട്രേറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഐഫോൺ 12 പ്രോ തന്നെയാണ്. അത് ഈ ടെലിഫോട്ടോ ക്യാമറ കൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ലൈഡാർ സ്കാനർ കൂടെ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റ് കുറഞ്ഞ കണ്ടീഷനിലേക്ക് നമ്മൾ ടെലിഫോട്ടോ ക്യാമറ വെച്ച് നമ്മൾ ഈ പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ നേരത്തും ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോസ് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 12 പ്രോവിൻ്റെ പോർട്രേറ്റ് ഫോട്ടോസാണ് ഇഷ്ടപ്പെടാൻ പോകുന്നത്. പക്ഷേ ഐഫോൺ 13ൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഐഫോൺ 12 പ്രോവിൻ്റെ മെയിൻ ക്യാമറ കാട്ടിയും ബെറ്റർ ആയ ഒരു ക്യാമറയാണ്. അതായത് ലോ ലൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു അഡ്വാൻറ്റേജ് ഐഫോൺ 13 കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഐഫോൺ 12ഉം 12 പ്രോയും 13ഉം കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസ് വരുന്നത് ഐഫോൺ 13-നകത്താണ്. നമ്മൾ ലോ ലൈറ്റിലാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. പക്ഷേ വീഡിയോ റെക്കോർഡിങ്ങിനകത്ത് നമുക്ക് ഈ 3 ഫോൺസ് എടുത്താലും ഏതാണ്ട് ഒരേ കണക്കാണ് വരുന്നത്. അതിനകത്ത് 12 പ്രോയും നല്ല വീഡിയോ ക്വാളിറ്റി വരുന്ന ഒരു ഫോൺ തന്നെയാണ്. അതായത് നമുക്ക് ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന 4K വീഡിയോസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ ബെറ്റർ ക്യാമറ നോക്കിയൊരു ഫോണാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് 12 പ്രോനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് 13 തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോസിനാണ് പ്രയോറിറ്റി എങ്കിൽ അവിടെയാണ് 12 പ്രോയ്ക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ എടുക്കുവാണെങ്കിൽ 12 പ്രോന്റെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് വലിയ പ്രത്യേകതയൊന്നുമില്ല. അതായത് നമുക്ക് അത്യാവശ്യം നല്ല സെൽഫീസ് ആണ് കിട്ടുന്നത്. അതിനൊക്കെ നല്ലോണം തന്നെ വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറ സിസ്റ്റത്തിനകത്തും ഭയങ്കര അഡ്വാൻറ്റേജ് 12 പ്രോയ്ക്ക് വരുന്നില്ല. പിന്നെ മൂന്നാമത് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് റാമിനകത്താണ്. അതായത് 12 പ്രോയ്ക്ക് 6GB റാം കിട്ടുന്നുണ്ട്. പക്ഷേ 12ഉം 13ഉം എടുത്തു കഴിഞ്ഞാൽ രണ്ടിനും 4GB റാമാണ് വരുന്നത്. പക്ഷേ നമുക്ക് 12ൻ്റെയും 12 പ്രോൻ്റെയും പ്രൊസസ്സർ ഒന്നാണ്. അതിനകത്ത് രണ്ടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ആപ്പിളിന്റെ A14 ബയോണിക് ചിപ്സെറ്റ് ആണ്, ഒരു 5 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 12ഉം 12 പ്രോയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴായാൽ പോലും പെർഫോമൻസിനകത്ത് ഈ ഒരു റാം അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഭയങ്കര വ്യത്യാസം കണ്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ റാം മാനേജ്മെന്റ് എടുക്കാൻ നേരത്ത് നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് കുറച്ചും കൂടെ ആപ്സ് മെമ്മറി ലോഡായി നിൽക്കുന്ന ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് 13ആയിട്ട് കമ്പയർ ചെയ്തപ്പോഴും 12 പ്രോയ്ക്ക് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിനകത്ത് കുറച്ചും കൂടി ഒരു ബെറ്റർ പെർഫോമൻസ് എനിക്ക് തോന്നിയത് ഐഫോൺ 13-താണ്. കാരണം വെച്ചാൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ ഒരു പുതിയ പ്രൊസസ്സറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഐഫോൺ 13 കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ 12ഉം 12 പ്രോയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു റാം അഡ്വാൻറ്റേജ് 12 പ്രോയ്ക്കകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ട് എനിക്ക് പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 3 വ്യത്യാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള എന്ത് കാര്യം എടുത്താലും ഈ ഫോൺ വലിയ പ്രത്യേകതയൊന്നുമില്ല. അതായത് നമ്മളിപ്പോൾ ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ തന്നെ ഐഫോൺ 12 പ്രോയിൽ വന്നിരിക്കുന്നത് 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇതൊരു OLED പാനൽ തന്നെയാണ്. അത് നമുക്ക് ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നമ്മൾ 12ഉം 13ഉമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരേ കണക്ക് തന്നെയാണ് വരുന്നത്. എല്ലാത്തിനകത്തും നോച്ചുള്ള ഡിസ്പ്ലേ തന്നെയാണ്. 13ന്റെ നോച്ചിന്റെ സൈസിനകത്ത് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നും 13 കിട്ടുന്നില്ല. അതൊക്കെ തന്നെ ഇവിടെ 12 പ്രോയ്ക്കകത്ത് ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നതിനകത്ത് മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ 12ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതും പീക്ക് ബ്രൈറ്റ്നസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. എല്ലാ സിനാരിയോയിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ ഐഫോൺ 12 പ്രോന്റെ ഡിസ്പ്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസ്പ്ലേ ആണെങ്കിലും, അതായത് നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് വീഡിയോ കാണുമ്പോഴോ ഗെയിം കളിക്കുമ്പോഴോ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെങ്കിലും എനിക്ക് ഡിസ്പ്ലേക്കകത്തും ഭയങ്കര അഡ്വാൻറ്റേജ് 12 പ്രോന് പറയില്ല. കാരണം ഇതിന്റെ റിഫ്രഷ് റേറ്റ് എടുക്കുവാണെങ്കിൽ പോലും
60 ഹെർട്സ് വരെ വരുന്നുള്ളൂ. അതായത് ഐഫോൺ 13 പ്രോ സീരീസ് തൊട്ടാണ് ഡിസ്പ്ലേക്ക് റിഫ്രഷ് റേറ്റ് മാറിയത്. അതായത് പ്രോ സീരീസ് ഫോൺ എടുക്കുമ്പോഴത്തേക്കും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം 12 പ്രോയിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വെച്ച് പറയുവാണെങ്കിൽ നമുക്ക് 12ഉം 13ഉം 12 പ്രോയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മൂന്നിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒരു കണക്ക് തന്നെയാണ്, എക്സ്പീരിയൻസ് ഒരു കണക്ക് തന്നെയാണ്. പക്ഷേ സ്പീക്കർ സിസ്റ്റത്തിനകത്ത് 12 പ്രോയ്ക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു സ്പീക്കർ സിസ്റ്റം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൗഡ് സ്പീക്കറിൽ പ്ലേ ചെയ്യുവാണെങ്കിൽ, എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എന്തെങ്കിലും പ്ലേ ചെയ്യുവാണെങ്കിൽ ഞാൻ ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസം ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ അത് ഭയങ്കരമായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ കോൾ ക്വാളിറ്റി എടുക്കാൻ നേരത്ത് തന്നെ കോൾ ക്വാളിറ്റിയിലൊന്നും വലിയ വ്യത്യാസം തോന്നിയില്ല. പിന്നെ റേഞ്ചിന്റെ കാര്യത്തിനകത്ത് തന്നെ റേഞ്ച് ഒന്നും ഡ്രോപ്പ് ആവുന്ന കാര്യമൊന്നും ഇല്ലായിരുന്നു. അതും 12 പ്രോ 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ 5G നെറ്റ്വർക്ക് കണക്ടിവിറ്റിക്കകത്തും അത്യാവശ്യം നല്ലോണം തന്നെ സ്റ്റേബിൾ ആയ നെറ്റ്വർക്ക് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ അതെന്ന് പറയുന്നത് നമുക്ക് 12നും 13നും അതേ കണക്കിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അഡ്വാൻറ്റേജും കിട്ടുന്നില്ല. അത് നമ്മൾ മുമ്പ് പറഞ്ഞ കണക്കിനാണ് ഈ ഫോണിന് ഈ ഒരു 3 കാര്യത്തിലെ വ്യത്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ അഡ്വാൻറ്റേജും വരുന്നില്ല. അത് മാത്രമല്ല ബാറ്ററി കാര്യം നോക്കുവാണെങ്കിൽ ബാറ്ററിയിൽ ചെറിയൊരു പോരായ്മയുണ്ട്. അതായത് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ബാറ്ററി ഒന്നും അല്ല 12 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ബാറ്ററിയുടെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ 12 പ്രോയ്ക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 പ്രോ എന്ന് പറയുന്ന ഫോൺ ഒഫീഷ്യലി ആപ്പിൾ സ്റ്റോപ്പ് ചെയ്തത് അത് ലോഞ്ച് ആയ 1 വർഷം കഴിഞ്ഞ ഉടനെ അത് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം അവർ വേറെ യൂണിറ്റ്സ് ഒന്നും അങ്ങനെ പ്രൊഡക്ഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന 12 പ്രോ യൂണിറ്റ്സിന്റെ ബാറ്ററി ഹെൽത്ത് അത്യാവശ്യം മോശമാവാനാണ് സാധ്യത. അതായത് ഒരു 85% ഒക്കെ താഴെയായിരിക്കും മിക്ക യൂണിറ്റ്സിനും. അതും ഈ 12 പ്രോന്റെ ബാറ്ററി എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ എനിക്ക് ഒരേ കണക്കത്തെ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു 12ഉം 12 പ്രോ ഉപയോഗിച്ച സമയത്ത് ഒരു അരമണിക്കൂർ കൂടുതൽ 12 കിട്ടിയ കണക്കാണ് തോന്നിയത് ബാറ്ററി ബാക്കപ്പ്. 12 പ്രോയ്ക്ക് ഒരു അരമണിക്കൂർ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞ കണക്കാണ് തോന്നിയിട്ടുള്ളത്. 13ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 13ന് ഒരു 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ ബെറ്റർ ആയ ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന കണക്കാണ് തോന്നിയത് 12 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 പ്രോന്റെ ബാറ്ററി എക്സ്പീരിയൻസ് ഇപ്പോൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ റേഞ്ചിലേക്കാണ് വരുന്നത്. ഒരു മോഡറേറ്റ് യൂസ് ആണ് ചെയ്യുന്നതെങ്കിൽ. ഹെവി യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രോപ്പ് കാണാൻ പറ്റും. അതായത് ഒരു 80% ബാറ്ററി ഒക്കെ ഒറ്റയടിക്ക് ഡ്രോപ്പ് ആവുന്ന ഒരു കാര്യം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി എന്ന് പറയുന്നത് ഒരു വലിയ പോരായ്മയാണ്. അതും ബാറ്ററി റീപ്ലേസ്മെന്റ് നിങ്ങൾ പോവുകയാണെങ്കിൽ അത്യാവശ്യം കാശാവും ഈ 12 പ്രോയ്ക്ക് അത് ബാറ്ററി റീപ്ലേസ്മെന്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മൾ ചാർജിങ് കാര്യം എടുക്കാൻ നേരത്തെ തന്നെ ഈ ഫോണകത്ത് വയർഡ് ചാർജിംഗ് എന്ന് പറയുന്ന ലൈറ്റ്നിങ് കേബിൾ വെച്ചാണ്. അപ്പോൾ ലൈറ്റ്നിങ് കേബിൾ വെച്ച് നമ്മൾ ചാർജ് ചെയ്യുവാണെങ്കിൽ ഒരു 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് 0 to 100% ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ് നോക്കാൻ നേരത്ത് മാക്സീവ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 15 വാട്ട് മാക്സീവ് ചാർജിങ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാറ്ററി എന്ന് പറയുന്നൊരു കാര്യം ഈ ഫോണിൻ്റെ ഒരു പോരായ്മയാണ് ഇപ്പോൾ ഈ 2024. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ബാറ്ററി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ്. പക്ഷേ IP റേറ്റിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഫോൺ IP68 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ അതിലൂടെ തന്നെ വൈഫൈയുടെയും ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ അതിനകത്തൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അതായത് നമുക്ക് വൈഫൈ ഡ്രോപ്പ് ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഡ്രോപ്പ് ആവുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ അതൊക്കെ നല്ലോണം തന്നെ നിൽപ്പുണ്ട്. പിന്നെ അടുത്ത ഫേസ് ID സെൻസറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ ഐഫോൺസിലുള്ള കണക്കത്തെ സെൻസർ തന്നെയാണ്. അതായത് നമുക്ക് ഫേസ് അൺലോക്ക് കിട്ടുന്നുണ്ട്. അതിനകത്തൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായത് ഈ ഫോണിൻ്റെ മൊത്തമുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഇപ്പോൾ 2024 എടുത്താലും ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിങ് അത്യാവശ്യം കൂടി നിൽക്കുമായിരിക്കും. അതായത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് നോക്കിയാലും ഇതിൻ്റെ പ്രൈസിങ് ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറയുന്നത് നമുക്ക് 12നെക്കാട്ടി ഒരുപാട് കൂടി നിൽക്കുവാണ്. പക്ഷേ 13 ഒപ്പമാണ്, അല്ലെങ്കിൽ ചില കേസിലൊക്കെ 13നെക്കാട്ടിയും കൂടി നിൽക്കുന്ന ഒരു പ്രൈസിങ്ങാണ് ഞാൻ കണ്ടത്. അതും സ്റ്റോറേജിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 GB ആണ് ഈ ഫോണിൻ്റെ ബേസ് സ്റ്റോറേജ്. അപ്പോൾ ബേസ് സ്റ്റോറേജ് യൂണിറ്റ്സ് ഞാൻ ഒരുപാട് കണ്ടില്ലായിരുന്നു. അപ്പോൾ അതിന് പകരം 256 GB അല്ലെങ്കിൽ അതിനൊക്കെ മുകളിലുള്ള യൂണിറ്റ്സ് ആണ് കണ്ടിട്ടുള്ളത്. അതും ഇതിൻ്റെ സ്റ്റോറേജിനകത്ത് ഇതിന് 12നെക്കാട്ടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം 12നകത്ത് ഒരു 64 GB യൂണിറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല. പക്ഷേ എന്നാലും നമുക്കൊരു 256 GB ഐഫോൺ 12 പ്രോയും 128 GB ഒരു ഐഫോൺ 13ഉം ഏതാണ്ട് ഒരേ പ്രൈസ് റേഞ്ച് കിട്ടുവാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഐഫോൺ 13 തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതും അതിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ 12 പ്രോനെക്കാട്ടി മോശം എന്ന് പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ചില സ്ഥലത്തൊക്കെ പ്രത്യേകിച്ച് ക്യാമറയുടെ സ്ഥലത്തൊക്കെ 13 ഒരു അഡ്വാൻറ്റേജും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തായാലും ഞാൻ പറഞ്ഞില്ലേ ഈ ഐഫോൺ 12 പ്രോ എന്ന് പറയുന്നത് നിങ്ങൾ നല്ലൊരു ഡീൽ, അതായത് നിങ്ങൾക്ക് ഭയങ്കര നല്ലൊരു ഡീലുണ്ട്. പിന്നെ അതിനോട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ് ഏറ്റവും ഭയങ്കര പ്രയോറിറ്റി കൊടുക്കേണ്ട സ്ഥലവും. പിന്നെ നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു ഫോണാണ്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് 12 അല്ലെങ്കിൽ 13 പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏതാണ്ട് ഇതിൻ്റെ കണക്കത്തെ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് 13ൽ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം നോക്കി കഴിയുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ 12 പ്രോ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കാൻ നിൽക്കുവാണ്, സെക്കൻഡ് ഹാൻഡ് ഐഫോൺ വാങ്ങിക്കാൻ നിൽക്കുവാണ്, നിങ്ങളുടെ പ്രൈസ് റേഞ്ച് 12 പ്രോ അല്ലെങ്കിൽ 13ൻ്റെ ഒക്കെ റേഞ്ച് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്? അതൊക്കെ നിങ്ങൾ 12 പ്രോ ചൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യം കമന്റ് സെക്ഷനിൽ പറയുക. അതൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുകൂടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ ബൈ.